എല്ലാവരും മിക്കവാറും ഏകദേശം കൂടുതൽ ആൾക്കാരും പലവിധമായ ജോലികൾക്ക് പോയാണ് ജീവിക്കുന്നത്. അത് കൂലി വേലകളാകാം, ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ചെറിയ ചെറിയ ശമ്പളങ്ങളിൽ ജോലിക്ക് പോകുന്നു. അവർ ചിന്തിക്കുന്നില്ല അവരുടെ ജീവിതം പാഴാകുന്ന രീതി. നിസ്സാരമായ ചെറിയ ശമ്പളത്തിന് ഇന്നും 3000 രൂപയ്ക്കൊക്കെ രാവിലെ എണീറ്റ് വീട്ടുപണിയെല്ലാം ഒതുക്കി വൈകുന്നേരം രാവിലെ 9 മുതൽ 5 മണി വരെ ജോലി ചെയ്ത് മുതലാളിമാർക്കും സ്ഥാപനം നടത്തുന്നവർക്കുമൊക്കെ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് 1,02,00,000 രൂപ ലാഭം കിട്ടുമ്പോൾ അവർ വെറും 2,000 രൂപയാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. ചില സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടും, അവർക്കൊന്നും കാണില്ലായിരിക്കാം, അതിനോട് സഹകരിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. പക്ഷെ ഞാനീ പറഞ്ഞ കോടിക്കണക്കിന് രൂപ മാസ വരുമാനം ഉണ്ടായിട്ട് ഈ സാധുക്കളായ മനുഷ്യരെ കൂടുതലും പറ്റിക്കുന്ന സ്ത്രീകളെയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടോയെന്നറിയില്ല, ഞാൻ കാണുന്നതാണ് ദിവസവും. ചില സ്ഥാപനങ്ങളിൽ തുച്ഛമായ ശമ്പളത്തിന് അവർ മന്ത്ലി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നതായിട്ട് എനിക്കറിയാം. പക്ഷെ അവർ തൊഴിലാളിക്ക് കൊടുക്കുന്നത് മാക്സിമം 3,000 അല്ലെങ്കിൽ 4,000. അവരെ ഇട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് സമ്പാദിക്കുന്നു. ഇവരാരെങ്കിലും കൊണ്ടുപോകുമോ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ? ഇല്ല, ഒരിക്കലും അവർ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഈ തൊഴിലാളി അറിയുന്നുമില്ല. എന്നാൽ ഈ തൊഴിലാളികൾ അതിനൊരു പരിഹാരം കാണുമോ? അവർക്ക് ഇങ്ങനൊരു വരുമാനം നിൽക്കുന്നതിൻ്റെ കൂടെ അവർ സൈഡായിട്ട് അവരവരുടെ കുടുംബങ്ങളിൽ ഒരു ബ്രാൻഡ് ടൈം ഇട്ട് ചെറിയ കുടിൽ വ്യവസായം നടത്താൻ അവർ തയ്യാറാകണം. മറ്റൊരു വരുമാനം കൂടി വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നിടത്ത് എന്തെങ്കിലും തടസ്സമുണ്ടായി, ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായി, അപ്പോൾ എന്തു ചെയ്യാം? ഈ അഡീഷണൽ ഇൻകം വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ജീവിക്കാൻ പറ്റും. നല്ല ചിലപ്പോൾ ചെറിയ ബ്രാൻഡുകൾ വളർന്ന് വലുതായിക്കൂടാന്നില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അഡ്വാനി വള്ളിക്കോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അതിൻ്റെ MD മാനേജിങ് ഡയറക്ടർ IT മർച്ചന്താനിയാണ്. പുള്ളി ഒറ്റയ്ക്ക് ആദ്യം വെൽഡിംഗ് റാഡ് ഉണ്ടാക്കി സ്വന്തമായിട്ട് വർക്ക്ഷോപ്പുകളിൽ കൊടുത്തു. സൈക്കിൾ ചവിട്ടി പോയി ബോംബെയിൽ ചെറിയ സ്വന്തമായി ചെയ്ത ഒരു യൂണിറ്റ് മനസ്സിലാക്കിക്കണം, കുടിൽ വ്യവസായം. ആ റാഡ് നല്ല മാർക്കറ്റ് കിട്ടി. അത് വെൽഡ് ചെയ്താൽ അത് എല്ലായിടവും നല്ല ഗുണമുള്ളതായി മാറി. വെൽഡ് ചെയ്താൽ പിന്നെ അത് ഏറ്റവും നല്ല ഗുണമുള്ള ഒന്നായി മാറി. എന്തായാലും അത് പിടിച്ചു പറ്റി. ഒരാളെ കൂടെ ജോലിക്ക് വെച്ചു, പിന്നെ അനേകം പേരെ വെച്ചു. ഒരു പ്ലാന്റിൽ തന്നെ 2,000 പേർ ജോലി ചെയ്യുന്നുണ്ട്. അത് ഏതാണ്ട് 40 വർഷം മുമ്പ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് വർക്കേഴ്സ് രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ഓർലിക്കോണുമായിട്ട് കൊളാബറേഷൻ ഇട്ട് ഇന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്ന അനേകം പ്രൊഡക്ഷനുള്ള ഒരു യൂണിറ്റായി മാറി. നിങ്ങൾക്കും സ്വന്തമായി ചെറിയ ഒരു ബ്രാൻഡ് നൈമിട്ട്, ഇവിടെ ഇപ്പോൾ അഡ്വാനി ഓർലിക്കോണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ഒരു പേരിടാം, ഒരു ചെറിയ പേരിടാം. നിങ്ങളുടെ വീട്ടുപേരോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾക്കൊരു SSI രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്ക്. ബൈ.